കർക്കിടകം രാശിയിലെ സ്നേഹപൂർണ്ണ ജീവിതങ്ങൾ. അതെ, നിങ്ങൾ വായിച്ചത് ശരിയാണ്. ഇത് വെറും സാധാരണ ഒരു ദിവസമല്ല. ഇത് നിങ്ങളുടെ കുടുംബത്തിനുള്ള ഒരു വിപ്ലവകരമായ നിമിഷമാണ്. കാരണം എന്റെ ദിവ്യ സ്രോതസ്സുകൾ ഇതിനകം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കർക്കിടകം രാശിയിലെ നിങ്ങളുടെ കുടുംബത്തിലെ വളരെയധികം സത്യങ്ങൾ പുറത്തുവരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് കഷ്ടകരമായ സത്യങ്ങൾ ആണെന്ന് എന്നെ വിശ്വാസമാണ്. അത് നിങ്ങളുടെ സമ്പർക്കങ്ങളെ, നിങ്ങളുടെ വിശ്വാസങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ തീരെ മാറ്റിമറിയാനുള്ളതാണ്. കർക്കിടകം രാശിയിലെ നിങ്ങളെ, കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ എത്ര വലിയ ദേഷ്യതകൾ സഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിയാം. എത്രയോ സ്വപ്നങ്ങൾ നിങ്ങൾ വെച്ചുകളഞ്ഞു, എത്ര നിരാശകൾ നിങ്ങൾ ആഘോഷിച്ചുകളഞ്ഞു. എന്നാൽ എന്തിനാണ് സ്ഥിരമായി നിങ്ങളുടെ കുടുംബത്തിൽ സൊല്ലാപ്പുകൾ ഉണ്ടായിരുന്നത്? എന്തിനാണ് നിങ്ങളുടെ മനസ്സ് എത്ര വേദനയിലായിരുന്നത്? എന്തിനാണ് നിങ്ങളുടെ സ്നേഹം കണ്ണീരിലായിരുന്നത്? ഉത്തരം ഈ ഓൾഡ് സ്ഥാനത്ത് ഒളിഞ്ഞിരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവോ? ഇന്നത്തെ നക്ഷത്രാവിലാസം, അതെ, അത് നിങ്ങളെ ഒരു പിതാവിനെ, ഒരു സഹോദരനെ, അല്ലെങ്കിൽ ഒരു അടുത്ത ബന്ധുവിനെക്കുറിച്ച് സത്യം പറയാൻ നിർബന്ധിതമാക്കാനുള്ളതാണ്. വർഷങ്ങളായി ഒളിഞ്ഞിരുന്ന ആ രഹസ്യങ്ങൾ വെളിച്ചത്തിലേക്ക് വരാൻ പോകുന്നു. കർക്കിടകം രാശിയിലെ നിങ്ങളുടെ ചന്ദ്ര ഊർജ്ജം ഇത്തരത്തിലുള്ള സ്ഥിതിയാണ്. കൃത്യമായിഷ്ടകൾ ആകർഷിതമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കരുണയും സ്നേഹവും എന്നത് ഒരുമിച്ച് വിലയിരുത്തപ്പെടാതെ പോയിരിക്കുന്നു. ഞാൻ പറയാൻ വരുന്നത് അത് സാധാരണ നിരീക്ഷണമല്ല. ഇത് നിങ്ങളുടെ കർമ്മചക്രത്തിലെ വളരെ ആഴമുള്ള ഒരു പുനർവിന്യാസമാണ്. നിങ്ങൾ കർക്കിടകം രാശിയിൽ ജനിച്ച് നിങ്ങളുടെ ചന്ദ്രനിലയ്ക്കൊരുതന്റെ കാരണം ഈ നിമിഷത്തിൽ പരിവർത്തനം അനിവാര്യമായി വരുന്നു. നിങ്ങളുടെ ഭാഗ്യം ഒരു നതുനതരവും ഹൃദയവേദനയും ഉണ്ടാകാനുള്ളതാണ്. അതായത്, ഇത് നെഗറ്റീവ് വിഷയം എന്ന് ഭാവിക്കരുത്. കാരണം അതിലെ ദ്വിതീയ ഉദ്ദേശ്യം വളരെ നിർണായകമാണ് എന്നതു പറയുന്നത്. എങ്കിൽ കർക്കിടകം രാശിയിലെ നിങ്ങൾ അല്പം വേഗത്തിൽ ഒരു അത്യന്ത ആന്തരിക സ്വാസ്ഥ്യനയ്ക്കുള്ള ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സത്യ ആത്മാവ് സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ ഗ്രഹജീവിതത്തിലെ പ്രതികരണ തരം എന്താണെന്ന് കണ്ടെത്തുവാനുള്ള ഒരു ആഷ്ടയും അത് എത്തുന്നു. ഈ ഗ്രഹനിയമങ്ങൾ, ഈ നക്ഷത്രങ്ങളുടെ ഗതി, ഈ പ്രപഞ്ച സത്യം നിങ്ങളുടെ കർക്കിടകം രാശിയിലെ പരിണാമത്തെ നിയന്ത്രിക്കുന്നതാണ്. നിങ്ങളുടെ ഈ ബോധ്യത്തെ നിങ്ങൾ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഭക്തിയിലും നിരതനാകുന്നതുകൊണ്ട് വെകുതിർത്തിക്കോ. നിങ്ങൾ എത്ര ദിനങ്ങൾ വർണ്ണാരം അപ്പോഴുതന്നെ പരിണതം ആകാൻ കാത്തുണ്ട്. ഈ സാഹിത്യമായ സ്ഥിതിയിലെ നിങ്ങളുടെ ഈ വേദനയുടെ സാധ്യതയെ ശരിയാണ് എങ്കിൽ കർക്കിടകം രാശിയിലെ ബ്രാഹ്മണ്ഡ സ്വത്വത്തെ സ്വീകരിക്കുവാനും എന്നാൽ സാരി ബോധത്തോടെ നിങ്ങളുടെ നിരീക്ഷകത്തെ കാലമായി ചെയ്യുവാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ആത്മീയ ശക്തി അത് പ്രൂണിയേക്കുത്തായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഈ ദിനങ്ങളിൽ ഏത് രീതിയിലെ മാനസിക വ്യംഗ്യത്തെയും അനുഭവിക്കാൻ പോകുന്നിരിക്കുന്നു, അതിനെപ്പറ്റിയുള്ള അത്യാഗ്രഹത്തെയും ഞാൻ നിങ്ങളെ കാണിച്ചുതരാൻ ആഗ്രഹിക്കുന്നു. കർക്കിടകം രാശിയിലെ നിങ്ങൾ ഏതു രീതിയിലായാലും നിങ്ങളുടെ ഈ പരിവർത്തനം അനിവാര്യമായിരിക്കുന്നു. നിങ്ങൾ ഈ വിഷയത്തെ പരിഗണിക്കേണ്ടതും നിങ്ങളുടെ പരിവാരത്തെ പരിഗണിക്കേണ്ടതും അത്യന്തമാണ്. ഈ സാരായത്തെ പരിഷ്കരിക്കേണ്ടതും ആത്മീയ ഉത്ഥാനത്തെ അടിയോട്ടത്താകേണ്ടതും നിങ്ങളുടെ ബാധ്യതയാണ്. കർക്കിടകം രാശിയിലെ സ്നേഹരസിക്കൽ, അത് ഹൃദയത്തിലെ ഉത്കണ്ഠയും സൗന്ദര്യവും വിശ്വാസവും ഒരേ സമയത്ത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നിരിക്കുന്നു. ഈ നിമിഷത്തിൽ നിങ്ങൾ ഏത് ദേവിയോ ദേവനോ ആധ്യാത്മികമായി ഏറ്റവും വേണ്ടത് അവരുടെ പേരിലെഴുതി കമന്റ് സെക്ഷനിൽ പങ്കിടുന്നവരെ. അത് നിങ്ങളുടെ ആത്മാവിന് കരുത്തുതരും, നിങ്ങളുടെ കാന്തിമണ്ഡലത്തെ ശുദ്ധിക്കരും. കർക്കിടകം രാശിയിലെ നിങ്ങളുടെ ഈ ദിവ്യസ്പന്ദനത്തെ അനുമോദിക്കേണ്ടതിന് എല്ലാവരുമായി പങ്കിടുന്നവരെ, ലൈക്ക് ചെയ്യുന്നവരെ, കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ പരിസ്ഥിതിയെ അറിയിച്ചു കഴിയുത്തുവരെ. ഈ ഭാഗത്തിലെ ഊർജം വളരെ പ്രബലവുമാണ്. നിങ്ങൾ അതിനെ പങ്കിടുമ്പോൾ കർക്കിടകം രാശിയിൽ ജനിച്ച മനുഷ്യർ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്കായി വളരെ പ്രധാനമായ ഒരു വിഭാഗത്തിലേക്ക് നോക്കാൻ പോകുന്നു. ഇത് കേവലം പ്രവചനമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ മാറ്റം കൊണ്ടുവരാൻ പോകുന്ന വിചിത്രമായ പരിഹാരങ്ങളും കർമ്മികമായ പരിഹാരവിധികളും ആണ്. നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ഇത്തരമൊരു സത്യം ഒളിഞ്ഞിരിക്കുന്നത് കേവലം സാധാരണ കാര്യമല്ല. ഇതിന് പിന്നിലുണ്ട് ഗ്രഹങ്ങളുടെ നിഷ്കരുണ സ്വാധീനം, കർമ്മിക വണങ്ങൾ, ജന്മാന്തരമായ സാധനങ്ങൾ. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം പ്രകൃതി സ്വയം ഔഷധം നൽകുന്നുണ്ട്. പ്രതിദിനം നിങ്ങൾ സ്ഫോടനാത്മക സ്ഥിതിയിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ സത്യങ്ങൾ പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ ആത്മീയ പരിഹാരങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സമാധാനം കൈവരും. അതായത്, ഗ്രഹങ്ങളുടെ കോപത്തെ അനുഗ്രഹമാക്കാം ഞാൻ ഈ ഭാഗത്ത് കാണിക്കാൻ ശ്രമിക്കുന്നു. കർക്കിടകം രാശിയിലെ നിങ്ങളേക്കായി സ്വർഗീയ ശക്തിയുടെ വിധി ഒരു വൈകാരിക കാലഘട്ടമാണ്. നിങ്ങളുടെ മതിയായ തിരിച്ചറിവ്, നിങ്ങളുടെ സംവേദനാത്മകത, ഇവയെല്ലാം ഈ കാലഘട്ടത്തിലെ ചിത്രങ്ങളാണ്. എന്നാൽ ഈ സംവേദനാത്മകതയെ തന്നെ സ്ഫടിക ശക്തിയിലേക്ക് മാറ്റാനുള്ള ആത്മീയ വഴികൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആത്മീയ പരിഹാരങ്ങളെക്കുറിച്ച്. പ്രതിദിനം നിങ്ങൾ എങ്കിലും പനിനീരുണ്ടാക്കി വെയിലത്ത് വെച്ച് രാവും പകലും സ്നാനം ചെയ്യുക. ഈ വെള്ളം നിങ്ങളുടെ ശരീരത്തെ ശുദ്ധമാക്കുന്നു, എന്നാൽ അതേപോലെ നിങ്ങളുടെ ആത്മീയ നിർമ്മലത്വത്തെയും ഉയർത്തുന്നു. ജലത്തിന് വിചിത്ര ശക്തിയുണ്ട്. അത് സ്മരണ കൂട്ടുന്നു, അത് കർമ്മ പ്രതിഫലനങ്ങളെ നിരപേക്ഷ ചെയ്യുന്നു.
കർക്കിടകം രാശിയിൽ സൂര്യന്റെ സ്ഥാനം നിങ്ങളുടെ ചന്ദ്ര സ്വഭാവത്തെ പ്രകാശിത ചെയ്യുന്നു. ചന്ദ്രൻ നിങ്ങളുടെ മനസ്സിന്റെ കർത്താവ്. അതിനാൽ നിങ്ങൾ സ്ഥിരമായി ചാന്ദ്ര കാലഘട്ടങ്ങൾ അനുസരിച്ച് സ്നാനവും പ്രാർത്ഥനയും ചെയ്യണം. പൂർണ്ണചന്ദ്ര ദിനങ്ങളിൽ, അർദ്ധചന്ദ്ര ദിനങ്ങളിൽ നിങ്ങളുടെ ആത്മീയ ഊർജ്ജം ത്വരിതഗതിയെ സംഭരിക്കുന്നു. ഈ സമയങ്ങളിൽ നിങ്ങൾ കോപത്തിനെതിരെ അരക്ഷിതരായിരിക്കും. അതുകൊണ്ട് വിപരീത ഗ്രഹദിക്കിൽ കുറ്റിയ വിതരണം ചെയ്യുന്നതുപോലെ ബുദ്ധിമത്തായ നീക്കങ്ങൾ ചെയ്യുക. ഗുരുവിന്റെ ദയ നിങ്ങളിൽ നിത്യസ്ഥിതരായിരിക്കും എന്നതാണ് കാര്യം. ഗുരു നിങ്ങളുടെ ജീവിതത്തിൽ ജ്ഞാനത്തിന്റെ വാഹകനാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രതിദിനം പിതൃമാരെ സ്മരിക്കുക. നിങ്ങളുടെ കേരളീയ തറവാടിന്റെ അച്ഛന്മാരെ, അവരുടെ പേരുകളെ, അവരുടെ ഗുണങ്ങളെ. ഇതാണ് ഗുരുപരിഷ്കാരത്തിന്റെ ആദ്യ ഘട്ടം. പിതൃസ്മരണ നിങ്ങളുടെ കാര്യകരങ്ങളിലെ ജ്ഞാനപ്രാപ്തിയെ വർദ്ധിപ്പിക്കുന്നു. മറ്റൊന്ന്, നിങ്ങളെ ഞാൻ ഒരുപായമ്യ ആരാധന വിധി പറയും. തുലാസ് കുറ്റയായ ദിനങ്ങളിൽ, ബുധൻ, വ്യാഴം, ശുക്രൻ ദിനങ്ങളിൽ നിങ്ങൾ ദരിദ്ര ജനതയ്ക്കെങ്കിലും ഭക്ഷണം വിതരണം ചെയ്യുക. 5 വ്യക്തികൾക്കോ 10 വ്യക്തികൾക്കോ ധാന്യ വിതരണം ചെയ്ത സെക്കൻഡിൽ ശനി പരിഷ്കാരം ആരംഭിക്കുന്നു. ശനിയുടെ കടുപ്പത്തിൽ നിന്ന് മുക്തി വരാനാണ് ഈ ധാർമ്മിക പ്രയത്നം. കർക്കിടകം രാശിയെ ശനി തന്റെ നിലാവിന്റെ നെറ്റിയിൽ തിരികെ വയ്ക്കുന്നു. എന്നാൽ ദാനത്തിലൂടെ ഈ തിരുക്കുമായിരുന്നു നിങ്ങളെ സമാധാനമായി നിന്നിരിക്കാൻ കഴിയും. ഇതിനു പുറമെ നിങ്ങൾ പ്രതിദിനം രാത്രിയിലെ ചാന്ദ്രകിരണങ്ങളിൽ കുറച്ച് നിമിഷങ്ങൾ ബാഹിരംഗത്തുണ്ടാകും. ചന്ദ്രപ്രകാശം നിങ്ങളുടെ മനോവ്യാമോഹത്തെ ശമിപ്പിക്കുന്നു, ആത്മസുചേതനത വർദ്ധിപ്പിക്കുന്നു. കർക്കിടകം രാശിയിലെ സ്ത്രീകൾ പ്രത്യേകമായി ഉപകൃത നിന്റെ ഈ പരിഷ്കാരത്തിൽ. ചന്ദ്രദേവിയുടെ കരുണാകാതരത്വം കർക്കിടകത്തെ അനിരുദ്ധ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ രാഹുകേതു സംഖ്യയെക്കുറിച്ച് പറയണം. ഈ 2 ഛായാഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബത്തിലെ സത്യ ഉദ്ബോധനത്തിന് അർത്ഥപ്രദ ശാപ വഹിച്ചുകൊണ്ടുവരുന്നു. രാഹു നിങ്ങളെ ഭ്രാന്തിപ്പിച്ച് അനാവശ്യ കാര്യങ്ങളിൽ സ്ഥിരതയുണ്ടാക്കുന്നു. കേതു നിങ്ങളെ അതിനിർണയ വികാരത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു. ഇരുവരുടെയും സന്തുലിതത്വത്തിനായി നിങ്ങൾ കാളിയുടെ ആരാധന ചെയ്യണം, അഥവാ ദുരന്തകാരിണിയുടെ അനുഗ്രഹം തേടണം. കാളി മാതാ നിങ്ങളുടെ അനിയന്ത്രിത ചിന്താധാരയെ വെട്ടിക്കളയും, നിങ്ങളുടെ നിഷ്കർഷണ ചിന്താശക്തിയെ തീക്ഷ്ണമാക്കും. നിങ്ങളുടെ കർമ്മിക പരിഷ്കാരത്തിന്റെ അത്യന്തം ഭാഗം ഇതാണ്. പൊതുവായ അപരാധബോധ സ്വീകരിച്ച് വിനീതമാകൂ. കർക്കിടകം രാശിയെ സൃഷ്ടിധർമ്മം. കർക്കിടകം രാശിയുടെ പ്രിയപ്പെട്ട സന്തതികളെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിലേക്ക് നോക്കാം ഇപ്പോൾ. സ്നേഹം, ബന്ധങ്ങൾ, വിവാഹം, ഈ മാനുഷിക ബന്ധങ്ങൾ ഈ കാലഘട്ടത്തിൽ വിചിത്ര രൂപാന്തരങ്ങളിലൂടെ കടന്നുപോകുവാൻ പോകുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധത്തിലെ അദൃശ്യ സൂത്രങ്ങൾ പുനഃസ്ഥാപിതമാകുവാൻ പോകുന്നു. ഗുരുവിന്റെ കരുണാനിലയിൽ നിന്നും വിസ്താരിത ആശ്വാസകിരണങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ബാഹ്യശക്തിയിലൂടെ പ്രവേശിക്കുന്നുണ്ടെന്ന് കാണുന്നു. ഈ 16 ദിവസത്തിനിടയിൽ നിങ്ങളുടെ കർത്തവ്യബോധം വീണ്ടും മൂർച്ഛിതമാകും. പരസ്പരം മനസ്സിൽ വലിഞ്ഞ പ്രിയപ്പെട്ടവരിലേക്ക് നോക്കാം. ബന്ധത്തിലെ ക്ഷീണം അപ്പോൾ ഉരുവാകും. ഷാനിയുടെ കെട്ടിപ്പിടിപ്പിൽ വലിഞ്ഞിരുന്ന നിങ്ങളുടെ സ്നേഹത്തിന്റെ ഏതാനും വെളിപ്പാടുകൾ പൊടിച്ചുതന്നെ പുറത്തായിരിക്കും. വിവാഹ സാധ്യത, സ്നേഹത്തിലെ പുരോഗതി, ജീവനാഥന്റെ കരുണ, കുടുംബത്തിന്റെ അനുമോദനം, ഈ പ്രതീക്ഷയുള്ള മോഹങ്ങൾ നിങ്ങളെ ഈ സമയത്ത് കുലുങ്ങിയെടുക്കും. പക്ഷേ ശ്രദ്ധിക്കുക, രാഹുവിന്റെ നിഴലിൽ ബന്ധത്തിൽ എന്തെങ്കിലും മാന്ദ്യം സൃഷ്ടിയാകാനുണ്ടാകും. സന്തോഷം എത്ര പ്രതീക്ഷിച്ചിരുന്നാലും സാക്ഷൻ സത്യത്തിൽ കുത്തനെ ഉദ്ഭാഷണം നടത്താൻ വരാൻ പോകുന്നു. ഈ മാസത്തിന്റെ ആദ്യത്തെ 14 ദിവസത്തിൽ കർക്കിടകം രാശിയിലെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് വിയോഗത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ പോകുന്നു. അതാണ് കർമ്മം. നിങ്ങൾ എത്ര അനുഭവിച്ചാലും ഈ അനുഭവമാണ് നിങ്ങളെ പഠിപ്പിക്കുവാൻ വരാൻ പോകുന്നത്. വിവാഹ പദ്ധതികൾ സ്ഥിരത നേടാൻ സമയമെടുത്തുകൊണ്ട് നിൽക്കും. പക്ഷേ ഇതും കാര്യമെന്ന് മനസ്സിലാക്കുക. കാലത്തിന് തന്റെ അഭിപ്രായമുണ്ട്, ആകാശത്തിന് തന്റെ പദ്ധതിയുണ്ട്. പ്രണയത്തിന്റെ സന്ദർഭങ്ങൾ വലിച്ചിരിയുന്നത്, സാമേതര ഭാഷ, പരസ്പരവിശ്വാസത്തിലെ ചെറിയ ഭഗ്നത, ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ തനിയെ വരാൻ പോകുന്നത്. എന്നാൽ സൂര്യൻ നിങ്ങളെ കാണുന്നു. ഈ പരീക്ഷ ശാശ്വതമാകാൻ വരികയില്ല. ജൂണിന്റെ അവസാനത്തോടെ ഗ്രഹരാജൻ തന്റെ ദൃഷ്ടി നിങ്ങളെ സംരക്ഷണത്തിനായി തിരിക്കും. സ്നേഹത്തിലെ നിങ്ങളുടെ പ്രതിഷേധം തീരെ നിരർത്ഥകമല്ല. കുടുംബത്തിന്റെ വൃത്തത്തിൽ ബന്ധുജനാൽ പ്രയോജിപ്പിക്കപ്പെടാൻ ഉദ്ദേശിച്ച കർമ്മങ്ങൾ നിങ്ങൾ അനുഭവിക്കും. അതാണ് ജൈവിക ബന്ധത്തിന്റെ സത്യം. എങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ വീണ്ടും വിശ്വാസം സ്ഥാപിക്കാൻ ഈ കാലമാണ്. കാരണം അവരും നിങ്ങൾ പോലെ തന്നെ ബാധിത മനുഷ്യരാണ്. അവരും ഭയമായി നിൽക്കുന്നതിൽ നിന്ന് മോചിതരാകാനാണ് ആഗ്രഹിക്കുന്നത്. ഓ കർക്കിടക നിവാസികളെ, നിങ്ങളുടെ ശാരീരിക സ്വാസ്ഥ്യത്തിലേക്ക് നോക്കാം. ഈ കാലഘട്ടത്ത് ശനിയുടെ പ്രഭാവം നിങ്ങളുടെ ജീവിതത്തെ പടർന്നു പിടിച്ചു കാണുന്നു. അത് നിങ്ങളുടെ ഉത്സാഹത്തെ, ശക്തിയെ വെതിലാക്കാനാണ് ഉദ്ദേശിച്ചത്. ഈ കാലത്ത് നിങ്ങളുടെ കൈവരാത്ത പ്രത്യാശ അനുഭവിക്കാൻ പോകുന്നു. ഓലികാളം, സന്ധിവാതം, കിടപ്പാലത്തിലെ വേദന, കശേരുവിന്റെ പ്രയാസം, ഇതൊക്കെ നിങ്ങളെ ഭാരിതമാക്കിയെടുത്ത് കാണുന്നു. സ്നായുപേശികളുടെ പ്രയാസം, ക്ഷയത്തിന്റെ സാധ്യത, ഇത് പ്രകൃതിയുടെ മനസ്സിന്റെ തിരുത്തൽ ചുമതലയെന്നല്ലാതെ മറ്റൊന്നുമായ കാണാൻ കഴിയില്ല. ഈ കാലത്ത് നിങ്ങൾ പെട്ടെന്ന് ആരോഗ്യരംഗത്ത് സമൃദ്ധിയെ അനുഭവിക്കാൻ പോകുന്നില്ല. പകരം സ്വാസ്ഥ്യമാണ് ഏകമാത്ര സമ്പത്തെന്നും സ്വാസ്ഥ്യമായ ഈവൻ കൂടിയേ ഫലപ്രദമായിരിക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കും.
ധ്യാനം ഏറ്റെടുക്കുന്നതിൽ നിങ്ങൾ താത്പര്യം പ്രദർശിക്കും. കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തിൻ മറ്റേതെങ്കിലും ഭാഗത്തിലോ വിദ്യാർത്ഥികൾ കൃതജ്ഞതയുടെ കർണസ്പന്ദം അനുഭവിക്കും. പരീക്ഷയിൽ അനിശ്ചിതത്വം ഉണ്ടാകാം, എന്നാൽ നിങ്ങളുടെ ശ്രമം പലായനം ചെയ്യാൻ പോകുന്നില്ല. ഗുരുവിന്റെ കരുണ വിദ്യാർത്ഥി സന്തതികൾക്ക് അനുഗ്രഹസ്പന്ദം പ്രദാനം ചെയ്യും. യാത്ര, വിദേശ സാധ്യത, സ്ഥലം മാറ്റം, ഈ സകലവും നിങ്ങൾ ആഗ്രഹിച്ചേക്കാം, പക്ഷേ കാലം ഇപ്പോഴേ അനുവദിക്കുന്നില്ല. ധീര സാധ്യതകൾ ഇല്ലായ്വോ എന്നത് സ്വതന്ത്രമെന്ന് കാണുന്നു, എങ്കിലും ഈ ഫലം പൂർണ്ണവും അത്ഭുതകരവും ആയിരിക്കണമെന്ന് അപേക്ഷ ഓംകാരിൽ ഉയരാൻ പോകുന്നു. പ്രവാസത്തിലുള്ളവരെ കാണുക, അവരെ സന്ദർശിക്കാനുള്ള സാധ്യത ആഗ്രഹീതഗതിയിലെത്താൻ സമയമെടുത്തുകൊണ്ട് നിൽക്കും. ഇതാണ് ഈ കാലത്ത് നിങ്ങളുടെ സ്വാസ്ഥ്യം, ശാരീരിക വികാരം, കൗമാരികത്വത്തിന്റെ പരിണതി, ഈ സകലവും ഭീതികരമായിരിക്കും. എന്നാൽ കോസ്മിക് ശക്തികൾ നിങ്ങളെ മറക്കുകയില്ല. പ്രത്യേക്